എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നമുക്ക് മുമ്പിൽ കുറേ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് ഇവിടെ ഉണ്ടായിരുന്നു, ഇ ഡി കാര്യമായിട്ട് അന്വേഷിച്ചാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രേരിതമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം ഈ അന്വേഷണത്തിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സ്വർണം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്നുള്ളതല്ല അന്വേഷിച്ചത്, എങ്ങനെ പിണറായി വിജയനിലേക്ക് എത്താം എന്നുള്ളതാണ് അന്വേഷിച്ചത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ആ കേസ് ഒന്നുമല്ലാതായി പോയി. അതുപോലെയാണ് ഈ ഒരു കേസിലും. അതുപോലെ രാഷ്ട്രീയ നേതാക്കളെ കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല ഈ കേസ് എവിടെ എത്തുമെന്നുള്ളത്. ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കൊടകര കേസൊക്കെ ഇ ഡി അന്വേഷിച്ച് നടന്ന കേസാണ്. അതൊക്കെ ഇപ്പോൾ എവിടെ എത്തി എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് ഇ ഡി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെലക്റ്റീവ് ആണ് എന്നുള്ള കാര്യം ഈ കേരളത്തിലെ ഉദാഹരണം മാത്രമല്ല, രാജ്യമെമ്പാടുമുള്ള ഉദാഹരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള കേസുകൾ തന്നെയാണ്. തെളിവുകൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനകത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ ഈ ക്രമക്കേട് നടത്തിയിട്ടുള്ളവരെ കണ്ടെത്തണം എന്നുള്ള കാര്യത്തിലും സംശയവുമില്ല. പക്ഷേ ഇങ്ങനെ ഫോക്കസ് എങ്ങോട്ടാവണം, അതായത് ഈ ക്രമക്കേടിലാണോ ഫോക്കസ് വേണ്ടത്, അത് അല്ലാതെ രാഷ്ട്രീയമായി എതിരാളികളെ കൊടുക്കുക എന്നുള്ളതാണോ ലക്ഷ്യം എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇ ഡി മുന്നോട്ട് തെളിവുകൾ പറയുകയാണ്, അത് ഇ ഡി ശരിയാണെന്ന് അവർ പറയട്ടെ. ശരി, ഇ ഡി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് വാദിക്കാം. അത് പറയേണ്ടത് ജനങ്ങളോട് പറയേണ്ടത്. ജനങ്ങൾക്ക് ഇത് ഫുൾ പ്രൂഫായി മനസ്സിലാവണം, അല്ലേ? അല്ലാതെ മനസ്സിലാവുന്ന ഇത് അന്തമായി ഇത് മുഴുവൻ ഇ ഡിയുടെ രാഷ്ട്രീയ വേട്ടയാണെന്ന് മനസ്സിലാക്കുന്ന CPM പ്രവർത്തകർ മാത്രമായിരിക്കും. അല്ലാതെ പൊതുജനത്തോട് പറയുമ്പോഴേക്കും എന്തുകൊണ്ട് ഇത് രാഷ്ട്രീയ വേട്ടയാണെന്ന് പറയണം. അതിന് ഈ തെളിവുകൾക്ക് മറുപടി വേണം. അത് ഈ കേസിൽ മാത്രമല്ല. ഇപ്പോൾ കരിമണൽ കർത്ത പോലെ നാടിന്റെ പരിസ്ഥിതി മുടിപ്പിക്കുന്ന എന്ന ആരോപണമുള്ള ഒരു കമ്പനിയിൽ നിന്നും അന്നത്തെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ 1.72 കോടി പ്ലസ് 50 ലക്ഷം രൂപ വായ്പ എന്തിനു വാങ്ങി, എന്ത് സേവനം കൊടുത്തു എന്ന മറുപടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ വേട്ട എന്നുള്ള ആരോപണത്തിൽ കൂടുതൽ പിന്തുണ കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ പറയുന്ന രീതിയിൽ അവിടുത്തെ CPM നേതൃത്വം ആ സമയത്ത് എന്തുകൊണ്ട് മൗനിബാബുകളെ പോലെ ഉണ്ടാതിരുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കും. അതിന് കൃത്യമായിട്ട് പറയാതെ രാഷ്ട്രീയ വേട്ട എന്ന് മാത്രം പറഞ്ഞാൽ പൊതുജനം കൂടെ നിൽക്കില്ല, CPM കൂടെ നിൽക്കും, അത്രേ ഉള്ളൂ. ഈ മാസപ്പടി കേസാവട്ടെ, ഈ കേസാവട്ടെ, ഏത് കേസിലാണെങ്കിലും അതിന്റെ മെറിറ്റിൽ അത് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിന് അവർക്ക് പറയാനുള്ള മറുപടി അവർ പറയട്ടെ. ഞാൻ പറഞ്ഞത് അതല്ല, ഇ ഡി പോലുള്ള കേന്ദ്ര ഏജൻസികൾ സെലക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിൽ തർക്കമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് മുഴുവൻ രാഷ്ട്രീയ വേട്ട മാത്രമാണ് എന്ന് പൊതുജനത്തോട് പറയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാതലായ ചോദ്യങ്ങളുടെ മറുപടി കൂടി വെച്ചിട്ട് വേണം ഇത്തരം മറുപടി ഉണ്ടായിട്ട് ഞങ്ങളെ വേട്ടയാടാൻ വരുന്നു, നമുക്ക് തെരുവിൽ തീപ്പന്തമാവണം എന്ന് പറഞ്ഞാൽ അതിനൊപ്പം നാട് നിൽക്കുന്നേ. പക്ഷെ അത് നാട് നിൽക്കാത്ത പ്രശ്നം എന്താണ്? ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്, അതിന് ഉത്തരവില്ല. അതാണ് പ്രശ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.